നമ്മൾ പാലിയേക്കര ടോളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതിന് 30-ാം തീയതി വരെ പിരിക്കാൻ കഴിയില്ല. എന്നാൽ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലും ഒരു ടോൾ ഉണ്ട് കേട്ടോ. അവിടെയും പണി നടക്കുകയാണ് പലയിടത്തും. എന്നിട്ടും പന്നിയങ്കര ടോൾ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. പന്നിയങ്കരയിലെ ടോൾ ഒഴിവാക്കുന്നതിൽ തീരുമാനമുടൻ ഉണ്ടാകില്ല എന്നറിയുന്നു. ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിനുടൻ പരിഹാരമുണ്ടാക്കാമെന്ന് ദേശീയപാത അതോറിറ്റി. ഈ മാസം 30-നുള്ളിൽ ദേശീയപാതയിലെ യാത്രാക്ലേശങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നടത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പി സുമോദ് MLA-യും പറഞ്ഞു. കേൾക്കാം. മാസം അവസാനത്തോടുകൂടി ആ പ്രശ്നങ്ങളാകെ പരിഹരിക്കാമെന്ന തീരുമാനമാണ് എടുത്തത്. പ്രത്യേകിച്ച് മംഗലം പാലത്തിൻ്റെ ഏതാണ്ട് സെൻറ്റർ ഭാഗത്തെല്ലാം ഉള്ള ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ബ്ലോക്ക് ഉൾപ്പെടെ മാറ്റാനാവശ്യമായ തീരുമാനം 30-ാം തീയതിക്കുള്ളിൽ എടുക്കാം എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പന്നിയങ്കരയിൽ സമീപ ദിവസങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകും. വിവരങ്ങളുമായി ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, പാലിയേക്കരയിൽ തീരുമാനമായി. പന്നിയങ്കര ടോളിന്റെ കാര്യത്തിലുടൻ തീരുമാനമാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഒരു അനിശ്ചിതത്വമുണ്ടോ ഇക്കാര്യത്തിൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഒരു 10 ദിവസത്തെ സമയം കൂടി ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ കരാർ കമ്പനിക്കും നൽകിയിരിക്കുകയാണ് പി സുമോദ് MLA-യും നാട്ടുകാരും. എത്രയും പെട്ടെന്ന് ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ അപകട കുഴികളും അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കും ഈ രണ്ട് വിഷയങ്ങളിലും എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ ഇന്നലെ നടന്ന യോഗത്തിൽ MLA-യും അതുപോലെ തന്നെ നാട്ടുകാരെയും അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രദേശവാസികൾക്കുള്ള ടോൾ ഇളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് അധികൃതർ ഇന്നലെ MLA-യും അതുപോലെ തന്നെ നാട്ടുകാരെയും അറിയിക്കുകയായിരുന്നു. ഏതായാലും 10 ദിവസത്തെ ഒരു സമയമാണ് ഇപ്പോൾ നാട്ടുകാരും MLA-യും ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ കരാർ കമ്പനിക്കും നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 30-നുള്ളിൽ ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ ഈ അപകട കുഴികൾ അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നീട് ടോൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. മംഗലം പാലത്തിൽ ഉൾപ്പെടെ നിരവധി ഭാഗങ്ങളിൽ ഈ കരാർ കമ്പനി കുത്തിപ്പൊളിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് ഈ വടക്കഞ്ചേരി അപ്പോൾ പാലിയേക്കര ടോൾ മാത്രമല്ല, ഇക്ബാൽ പറയുന്ന പോലെ പന്നിയങ്കര ടോളിലും പ്രശ്നമുണ്ട്. അത് ജനങ്ങൾ പറയാറുമുണ്ട്. പലപ്പോഴും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലും മൊത്തം പോയി കിടക്കുക നമ്മുടെ റോഡ്.